നമുക്കിന്നൊരു റിക്രിയേഷൻ വീഡിയോ ചെയ്താലോ? ആക്ച്വലി ഈ ഒരു ലുക്കാണ് ഞാൻ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2025 കോളേജിൽ ഓണം സെലിബ്രേഷൻ്റെ ലുക്കാണത്. ഈ ഒരു ധാവണി സെറ്റാണ് ഞാൻ ഇട്ടിരുന്നത്. ആക്ച്വലി ഒരു ധാവണി സെറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ രണ്ട് തവണ ഇട്ടിട്ടുള്ളൂ. ഒന്ന് തഞ്ചാവൂർ പോയപ്പോൾ, രണ്ട് കോളേജിലെ ഓണം സെലിബ്രേഷന്. പിന്നീട് ഇതൊരു പുരാവസ്തു പോലെ അവിടെ ഇരിക്കാനും ഇതിടാൻ പറ്റിയൊരു സിറ്റുവേഷൻ പിന്നീട് ഉണ്ടായിട്ടില്ല. പണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ആയിട്ടുള്ള കാര്യമായിരുന്നു സാരിക്ക് പ്ലീറ്റ് എടുക്കൽ. അമ്മയൊക്കെ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ പ്ലീറ്റൊക്കെ ഇട്ട് ഞാൻ ഒപ്പിച്ച് എന്നോട് കളി. പിന്നെ ഭയങ്കര ആഡംബരമായിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞേക്കണം. അതുകൊണ്ട് ആകെ അറിയാവുന്നത് കണ്ണെഴുതാനും പൊട്ട് വെക്കാനും. അത് മര്യാദയ്ക്ക് എന്തായാലും ചെയ്തെടുക്കണം. മര്യാദയ്ക്കുള്ള കണ്ണെഴുതൽ ഇതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കിതൊക്കെ അറിയുള്ളൂ. ഇത് വെച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ഇല്ലാണ്ടൊരു കളിയില്ലെന്നാണല്ലോ. ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുഖത്ത് പണിഞ്ഞ താജ്മഹലിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിരിക്കണം. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കണം ഞാൻ എങ്ങനെയൊക്കെ കെട്ടി വന്നു ലാസ്റ്റ് 2 ഭാഗമെടുത്ത് ക്ലിപ്പ് കുത്തുന്ന ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ എത്തും. ഇത്തവണയും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഹെയർ സ്റ്റൈലിനോട് എനിക്ക് ഇത്രയും പ്രേമം എനിക്കിത് മനസ്സിലായിട്ടില്ല. ഇനി ഇത്ര ഈസി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അന്ന് ഓണം സെലിബ്രേഷൻ ഇട്ട കമ്മൽ ഇതായിരുന്നു. പാവം പൊടി പിടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കായിരുന്നു. ഇന്ന് ഞാൻ തട്ടിത്തൂത്തെടുത്തു. എന്തൊരു ഹതഭാഗ്യ ഒരു കമ്മലാണത്. ആ ഓണം സെലിബ്രേഷന് ശേഷം ഇന്നാണ് ഞാൻ കൈ കൊണ്ടൊന്ന് തൊടുന്നത്. പിന്നെ അന്നത്തെ പ്രോഗ്രാമിൻ്റെ കയ്യിൽ കുറച്ച് കുപ്പിവള കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുന്ന് കുറച്ച് തപ്പി പിടിച്ചെടുത്ത് കിട്ടിയിക്കണം ലാസ്റ്റ്. വളയൊക്കെ ചെറുതായിട്ട് ടൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കണം. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അത് കിട്ടും. പിന്നെ അവസാനം ഈ ഒരു മാല കൂടി ഇട്ട് ഞാൻ എൻ്റെ ഫൈനൽ ലുക്കാക്കി. കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഡ്രസ്സായിരുന്നു ഈ ധാവണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡോഗ് ഷോ ആവാം.